ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ഹൈക്കോടതി പരിഗണിക്കുകയാണ്. മിനിറ്റ്സിൽ ക്രമക്കേട് നടത്തിയെന്നാണ് കോടതിയുടെ നിരീക്ഷണം. മുസ്തഫ, എന്താണ് പുതിയ വിവരങ്ങൾ? അളവെടുക്കാൻ നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, നന്ദൻ എന്നയാളെ പോറ്റി നിയോഗിച്ചു. അതിനനുസരിച്ച് നട തുറന്നിരിക്കുന്ന ഒരു സമയത്താണ് ഈ വാതിൽപ്പാളിയുടെ അളവെടുക്കാൻ ഈ നന്ദൻ എത്തുകയും അവിടെ നിന്ന് നട തുറന്നിരിക്കുന്ന സമയത്താണ് വാതിൽപ്പാളിയുടെ അളവെടുക്കുകയും ചെയ്തത്. മാത്രമല്ല, ചില കാര്യങ്ങൾ കോടതി സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. ഈ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ഈ വാതിലിന്റെ സ്വർണ്ണപ്പാളി ഇളക്കി മാറ്റാൻ വേണ്ടി കൊണ്ടുപോയ സമയത്ത് ദേവസ്വം ഉദ്യോഗസ്ഥർ ഏതെങ്കിലും തരത്തിൽ പോറ്റി ഒരുക്കിയ ആതിഥ്യം സ്വീകരിച്ചിട്ടുണ്ടോ, അക്കാര്യം കൂടി അന്വേഷിക്കണമെന്നാണ് SITക്ക് പ്രധാനമായിട്ടുള്ള ഒരു നിർദ്ദേശം. ഒപ്പം തന്നെ ദ്വാരമാലക ശില്പങ്ങൾ, വാതിലിന്റെ പകർപ്പ്, എക്സാക്ട് കോപ്പി, അതേപോലെയുള്ള പകർപ്പ്, അതോടൊപ്പം തന്നെ മറ്റു ഇതിന്റെ കോപ്പികളൊക്കെ എടുക്കാൻ, അതേപോലെ അത് സൃഷ്ടിച്ചെടുക്കാൻ അധികൃതർ പോറ്റിക്ക് അനുമതി നൽകിയിട്ടുണ്ട്. ഇത് നിയമവിരുദ്ധമായ ഒരു അനുമതിയാണ്. സാധാരണഗതിയിൽ അങ്ങനെ അനുമതി കൊടുക്കാറില്ല. പോറ്റിക്ക് പക്ഷേ ഉദ്യോഗസ്ഥർ അനുമതി കൊടുത്തിട്ടുണ്ട്. ഇത് സംശയദൃഷ്ടി തന്നെയാണ് കോടതി പറയുന്നത്. മാത്രമല്ല, സംശയകരമായ ചില പ്രവർത്തികൾ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുമായി അധികൃതരുമായി ചേർന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ വിശ്വാസ്യതയില്ലാത്ത പോറ്റിയുടെ സ്വഭാവത്തെ പറ്റി അല്ലെങ്കിൽ പോറ്റിയുടെ അവിടുത്തെ ഇടപെടലുകളെ പറ്റി നേരത്തെ തന്നെ കോടതി സംശയം പ്രകടിപ്പിച്ചിരുന്നു. അത്തരം സംശയാലുവായ ഒരാൾ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നത് വിശ്വാസ്യതയില്ലാത്ത ഒരാളാണ്. ആ പോറ്റിയെ വിശ്വാസത്തിലെടുക്കുന്നത് എങ്ങനെയാണ് എന്നാണ് കോടതി ചോദിക്കുന്നത്. എന്തായാലും ഇതുവരെയുള്ള അന്വേഷണം ശരിയായ ദിശയിലാണെന്ന് കോടതി നിരീക്ഷിക്കുന്നുണ്ട്. അതിനുള്ള ഉപോത്പലകമായി ഇനിയിപ്പോൾ 2 ആഴ്ച കൂടിയാണ് ഈ അന്വേഷണത്തിന്റെ സമയപരിധി കിടക്കുന്നത്. പക്ഷേ കോടതി ഈ അന്വേഷണത്തെ ഗൈഡ് ചെയ്തുകൊണ്ട് ചില കാര്യങ്ങൾ കൂടി പറയുകയാണ്. പ്രധാനപ്പെട്ട ചില സംശയങ്ങൾ കോടതി നിരീക്ഷിക്കുകയാണ്. അതിലാണ് ചില കാര്യങ്ങൾ പറയുന്നത്. വാതിൽപ്പാളിയുടെ അതേ പകർപ്പ് സൃഷ്ടിച്ചെടുക്കാൻ പോറ്റിക്ക് അനുമതി നൽകിയിട്ടുണ്ട്. അത് ദേവസ്വം ഉദ്യോഗസ്ഥർ സാധാരണഗതിയിൽ അങ്ങനെ അനുമതി നൽകാത്തതാണ്. മാത്രമല്ല, വാതിലിന്റെ പാളിയുടെ അറ്റകുറ്റപ്പണിയിൽ ഉൾപ്പെടെ ചില ക്രമക്കേടുകൾ ഉണ്ട് എന്ന് കോടതി പറയുകയാണ്. ഇതുവരെ വന്ന വിവരങ്ങൾ തന്നെയാണ്. പക്ഷേ അന്വേഷണം അതിന്റെ വളരെ മൈന്യൂട്ടായിട്ടുള്ള വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ കോടതി ചില കാര്യങ്ങൾ കൂടി, പോറ്റിയെ വഴിവിട്ട് സഹായിച്ചത് എങ്ങനെയാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് കോടതി ഇപ്പോൾ സംശയിക്കുന്നത്. അതായത് ദേവസ്വം അധികൃതർക്ക് കൃത്യമായി തന്നെ ഇതിനകത്ത് പങ്കുണ്ട്. അല്ലാത്തിടത്തോളം കാലം ഇങ്ങനെ വാതിലിന്റെ അതേ കോപ്പി എടുക്കാൻ അല്ലെങ്കിൽ വാതിലിന്റെ പാളിയുടെ അതേ കോപ്പി സൃഷ്ടിച്ചെടുക്കാൻ പോറ്റിക്ക് അനുമതി നൽകുന്നത് എങ്ങനെയാണെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് കോടതി ചോദിക്കുന്നത്. അതായത് ദേവസ്വം അധികൃതർക്ക്, അവിടുത്തെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ഇതിനകത്ത് പോറ്റിയെ വഴിവിട്ട് സഹായിക്കാൻ ചില നീക്കങ്ങൾ നടന്നിട്ടുണ്ട് എന്നാണ് കോടതി പറയുന്നത്. അത് കൃത്യമായി തന്നെ SITയുടെ അന്വേഷണത്തിൽ, ഇതുവരെയുള്ള അന്വേഷണം, പ്രത്യേകിച്ച് മിനിറ്റ്സ് ബുക്ക് പിടിച്ചെടുത്തത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതാണ്, മിനിറ്റ്സ് ബുക്കിൽ പല കാര്യങ്ങളും രേഖപ്പെടുത്താത്തതായി കാണുന്നുണ്ട്. അതിൽ ചില ഗുരുതരമായ ക്രമക്കേടുകൾ ഉണ്ട് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതി തൊട്ടു മുമ്പാണ് നമ്മളത് നൽകിയത്. അതിനുശേഷമാണ് കോടതി ഇങ്ങനെ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇത് രണ്ടിനെയും കണക്ട് ചെയ്ത് റീഡ് ചെയ്യണം. അവിടെ ചില കാര്യങ്ങൾ മിനിറ്റ്സ് ബുക്കിൽ രേഖപ്പെടുത്താത്തതായി കാണുന്നു. ഇവിടെ അനധികൃതമായി പോറ്റിക്ക് ചില വഴിവിട്ട സഹായങ്ങൾ അത് ബന്ധപ്പെട്ട അധികൃതരിൽ നിന്ന് തന്നെ, ശ്രീകോവിലിന് അടുത്ത് നിൽക്കുന്ന, അതുമായി ബന്ധപ്പെട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന, അവിടെ നട തുറന്നിരിക്കുന്ന സമയത്ത് പോലും ഈ വാതിലിന്റെ അളവെടുക്കാനും അത് ബന്ധപ്പെട്ട ആളുകൾക്ക്, ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നതുൾപ്പെടെയുള്ള ആളുകൾക്ക് അതിലെ എന്താണോ അവർക്ക് വേണ്ട സഹായം അത് വഴിവിട്ട് നൽകാൻ അധികൃതർ ശ്രമിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അതിനുവേണ്ട, പോറ്റിക്ക് വേണ്ട മുഴുവൻ സഹായവും ബന്ധപ്പെട്ട ആളുകൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്ന് അസന്നിഗ്ധമായി കോടതി സംശയം പ്രകടിപ്പിക്കുകയാണ്. അത്തരം കാര്യങ്ങളിലേക്ക് കൂടി വളരെ മൈന്യൂട്ടായ, വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ഡീറ്റെയിൽസുകളിൽ കൂടി അന്വേഷണം പോകേണ്ടതുണ്ട് എന്ന് SITക്ക് കൂടി ഒരു നിർദ്ദേശം നൽകുകയാണ് കോടതി. എന്തായാലും ഇന്നത്തെ ഉത്തരവ് കഴിഞ്ഞാൽ ഇനി 2 ആഴ്ച കൂടിയാണ് ഈ അന്വേഷണ സമിതിക്ക് അല്ലെങ്കിൽ SITക്ക്, പ്രത്യേക അന്വേഷണ സംഘത്തിന് ഈ അന്വേഷണം കൃത്യമായി തന്നെ പൂർത്തിയാക്കാൻ ഒരു സമയപരിധിയുള്ളത്. അതിനകം പരമാവധി നിർദ്ദേശങ്ങൾ കോടതി നൽകുകയാണ്. മാത്രമല്ല, ഇതൊരു അന്തിമ റിപ്പോർട്ടല്ല. ഇനി 2 ആഴ്ച കൂടി കഴിഞ്ഞാൽ, അന്വേഷണം കൺക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ കോടതി കൃത്യമായി തന്നെ വേറെ മറ്റേതെങ്കിലും ആംഗിളുകൾ ഇതിനകത്തുണ്ടോ, അല്ലെങ്കിൽ അന്വേഷണ ഘട്ടത്തിൽ പുതുതായി എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിൽ അത്തരം കേന്ദ്രങ്ങളിലേക്ക് കൂടി അന്വേഷണം പോകേണ്ടതുണ്ട് എന്ന് കർശനമായ നിർദ്ദേശങ്ങളാണ് കോടതി നൽകിക്കൊണ്ടിരിക്കുന്നത്. ശരി, ഏതായാലും SITയുടെ അന്വേഷണം പുരോഗമിക്കുമ്പോൾ ഏതൊക്കെ വഴിയിലേക്ക് അന്വേഷണം പോവേണ്ടതുണ്ട്, ഏതൊക്കെ സൂക്ഷ്മ തലങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് എന്ന് കോടതി നിർദ്ദേശിക്കുകയാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്, ദേവസ്വം ബോർഡിന്റെ സഹായമില്ലാതെ, ഉദ്യോഗസ്ഥരുടെ പങ്കാളിത്തമില്ലാതെ, അറിവും സമ്മതവുമില്ലാതെ ഈ ക്രമക്കേട് ഈ നിലയ്ക്ക് സാധ്യമാക്കാൻ കഴിയില്ല എന്നതുകൂടിയാണ് കോടതി ചൂണ്ടിക്കാണിക്കുന്ന പ്രധാന സംഗതി. ഒരുപക്ഷേ ഈ അന്വേഷണം ആ നിലയ്ക്ക് വലുതാവാനും അല്ലെങ്കിൽ കോടതിയുടെ ഇടപെടലും കോടതിയുടെ നിരീക്ഷണങ്ങളും കുറച്ചുകൂടി ഗൗരവതരമാവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. എന്താണ് എന്നുവെച്ചാൽ, മുസ്തഫ, ഇതിനകത്ത് ദേവസ്വം ബോർഡിനെ മോർ അക്കൗണ്ടബിൾ ആക്കുകയാണ് കോടതി എന്നാണോ മനസ്സിലാക്കേണ്ടത് ആദ്യഘട്ടത്തിൽ?
തീർച്ചയായും ഈ കേസുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ തന്നെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ. ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്കാണ് അന്വേഷണം പോയതെങ്കിൽ പിന്നീടുള്ള നാളുകളിലാണ് കോടതിക്ക് തന്നെ ചില കാര്യങ്ങൾ ബോധ്യപ്പെടുന്നത്. ആദ്യം ഈ കേസിന്റെ തുടക്കം മുതലുള്ള ഒരു നാൾ വഴികൾ നോക്കുകയാണെങ്കിൽ അന്ന് കോടതി പറഞ്ഞൊരു കാര്യം, ആരാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി, അദ്ദേഹത്തിന് ഇതിനകത്ത് എന്താണ് റോൾ? ശബരിമല പോലെ ഇത്രയധികം സുരക്ഷയുള്ള അല്ലെങ്കിൽ വളരെ സാങ്ക്ടിറ്റിയുള്ള ഒരു പ്രദേശത്ത് ഇങ്ങനെ വന്ന് ഇതിലെ സ്വർണ്ണപ്പാളികൾ, അത് നാൾക്കുനാൾ ആദ്യം ദ്വാരപാലിക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകുന്നു, വാതിൽ തന്നെ കൊണ്ടുപോകുന്നു, വാതിൽ പാളികൾ കൊണ്ടുപോകുന്നു. അങ്ങനെ ശബരിമലയുമായി ബന്ധപ്പെട്ട, ശ്രീകോവിലുമായി ബന്ധപ്പെട്ട സ്വർണ്ണപ്പാളികൾ ഇങ്ങനെ കൊണ്ടുപോവുകയും അത് മെയിൻ്റനൻസിന് വേണ്ടി ചെന്നൈയിലേക്ക് കൊണ്ടുപോവുകയും, മാത്രമല്ല ഈ മാനുവലിലുള്ളത്, സബ് ഗ്രൂപ്പ് മാനുവലിലുള്ളത് അവിടെ തന്നെ സന്നിധാനത്ത് തന്നെ ഇതിന്റെ അറ്റകുറ്റപ്പണി നടത്തണമെന്നാണ്. അതൊക്കെ ലംഘിച്ചുകൊണ്ട് എല്ലാ നിയന്ത്രണങ്ങളും കാറ്റിൽ പറത്തി പുറത്തേക്ക് കൊണ്ടുപോവുകയും 1 മാസത്തിലേറെ സമയം അത് കൈവശം വെക്കുകയും പിന്നീട് തിരിച്ചു കൊണ്ടുവരുമ്പോൾ ഗണ്യമായ അളവിൽ സ്വർണം കുറയുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ. അപ്പോൾ സ്വാഭാവികമായും ഇതിന്റെ ഒരു ക്രോണോളജിക്കൽ ഓർഡർ പരിശോധിച്ചുകൊണ്ട് കോടതി പറയുന്നു മുഴുവൻ രേഖകൾ ഇവിടെ ഹാജരാക്കണം. മഹസർ ഉൾപ്പെടെ, ഇതിന് മൂവ്മെന്റ് രജിസ്റ്റർ ഉൾപ്പെടെ മുഴുവൻ രേഖകളും കോടതിയിൽ ഹാജരാക്കണം. ആ രേഖകൾ ആദ്യം പിടിച്ചെടുക്കുന്നു, അതിനുശേഷം ദേവസ്വം വിജിലൻസ് അന്വേഷിക്കുന്നു, പിന്നീടാണ് SIT ഇതിലേക്ക് കടന്നു വരുന്നത്. ആ SITയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് തുടക്കം മുതൽ തന്നെ കോടതി ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത്. ഇത് ചെറിയ മീനുകളല്ല ഇതിനകത്തുള്ളത്, വലിയ ഉത്തരവാദിത്തപ്പെട്ട പ്രധാനപ്പെട്ട ആളുകൾ ഇതിനകത്തുണ്ട്. പ്രത്യേകിച്ച് പോറ്റി അയച്ചൊരു മെയിലിന്റെ കാര്യമൊക്കെ നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതാണ്. അത് ഈ സ്വർണം ബാക്കിയുണ്ട്, അതൊരു പെൺകുട്ടിയുടെ വിവാഹത്തിന് ഉപയോഗിക്കണം. അങ്ങനെ ഒരു ശബരിമലയിലെ സ്വർണം മറ്റൊരാവശ്യത്തിന് വേണ്ടി അവിടേക്ക് ഭക്തർ നൽകിയ സ്വർണം മറ്റൊരാവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ അനുമതി തേടി കത്തയച്ചിട്ട് പോലും, മെയിൽ അയച്ചിട്ട് പോലും അത് പിടിച്ചെടുക്കാൻ, അല്ലെങ്കിൽ അത് പാടില്ല എന്ന് അതിനെ വിലക്കാൻ, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വിലക്ക് ഏർപ്പെടുത്താൻ, അല്ലെങ്കിൽ ഇങ്ങനെ ഇതിനെ മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് പ്രകടമായിട്ട് പോലും അതിന് ഏതെങ്കിലും തരത്തിൽ തടയിടാനോ അല്ലെങ്കിൽ അതിന് മൗനാനുവാദം നൽകുകയാണ് ചെയ്തത്. ആ കത്ത് മറ്റാളുകൾക്ക്, അതിന്റെ ഡയറക്ടർ ബോർഡിലേക്ക്, അതിന്റെ ബന്ധപ്പെട്ട അധികൃതരിലേക്ക്, ബോർഡ് യോഗത്തിലേക്ക് എസ്കലേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. സ്വാഭാവികമായും അതിനകത്ത് കൃത്യമായ വീഴ്ചയുണ്ടായിട്ടുണ്ടെന്ന് തുടക്കം മുതൽ തന്നെ കോടതി പറയുന്നുണ്ട്. അതിൽ സംശയം ലെവലേശം അന്യം കോടതിക്കില്ല. മാത്രമല്ല പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പിന്നീട് അന്വേഷണ ഘട്ടത്തിലാണ് കണ്ടെത്തുന്നത്. ബാംഗ്ലൂർ പോയി അവിടെ നിന്ന് ഈ കട്ടിയായി കൊണ്ടുപോയ സ്വർണം പിടിച്ചെടുക്കുന്നു. ഒപ്പം തന്നെ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ, മാത്രമല്ല ഇതിനകത്ത് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ റോൾ എന്താണെന്ന് കോടതി ആവർത്തിച്ച് ചോദിക്കുന്നു. കാര്യം അവർക്ക് ഇതിനകത്ത് എക്സ്പെർട്ടൈസ് ഇല്ല എന്ന് 2 തവണ അവർ അറിയിച്ചിട്ടുണ്ട്. പോറ്റിയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് അത് പൂർണ്ണമായും അവിടെ നിന്ന് ഉരുക്കിയെടുക്കുന്നത്. അങ്ങനെ നിരവധിയായ സംശയങ്ങൾ ഉണ്ടായിട്ട് പോലും വീണ്ടും 2025 അത് വീണ്ടും ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ അറ്റകുറ്റപ്പണി നടത്തുന്നു. അങ്ങനെ കൊണ്ടുപോകുമ്പോഴാണ് അനുമതി ഇല്ലാതെയാണ് കൊണ്ടുപോയതെന്ന് കോടതിയുടെ ശ്രദ്ധയിൽ വരുന്നതും ഈ ക്രമക്കേട് മുഴുവൻ പുറത്തേക്ക് വരുന്നത്. കോടതിയുടെ ഇടപെടൽ, ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട് ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇപ്പോഴും ഇത് പുറത്തു വരില്ല. അപ്പോഴാണ് കോടതി ചോദിക്കുന്നത്, 2025 ഇങ്ങനെ 2019 കൊണ്ടുപോയി 40 വർഷം വാറണ്ടിയുള്ള ഈ സ്വർണ്ണപ്പാളി, അന്ന് മെയിൻ്റനൻസ് ചെയ്തതിന് 40 വർഷം വാറണ്ടി ഉണ്ടായിട്ടും വീണ്ടും 2025 കൊണ്ടുപോകുന്നു. സ്വാഭാവികമായും ഇത് നേരത്തെ ചെയ്ത ചില ക്രമരഹിതമായ പ്രവർത്തികളെ വീണ്ടും മറയ്ക്കുന്നതിന് വേണ്ടി അന്ന് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് പോലും പിന്നീട് അതിന്റെ സ്വർണ്ണ കളർ മങ്ങുകയും ചെമ്പ് പാളികൾ പുറത്തു കാണുകയും ഒക്കെ ചെയ്ത് അപ്പൊ തന്നെ വ്യക്തമാണ് ഇതിനകത്ത് ചില ക്രമക്കേടുകൾ. അത് മറയ്ക്കാൻ വേണ്ടിയായിരുന്നു 2025 ഇത് വീണ്ടും കൊണ്ടുപോകുന്നതുൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ചില വീഴ്ചകളിലേക്ക് കോടതി നേരത്തെ തന്നെ വിരൽ ചൂണ്ടിയതാണ്. പക്ഷേ അതിനുശേഷം SIT അന്വേഷണം ഏത് നിലയ്ക്കാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, അല്ലെങ്കിൽ SIT വളരെ ശരിയായ ദിശയിലാണോ അന്വേഷണം പോകുന്നത്? കാര്യം പൂർണ്ണമായും കോടതിയുടെ മേൽനോട്ടത്തിലാണ്, നിയന്ത്രണത്തിലാണ് ഈ അന്വേഷണം. ഒരു ഘട്ടത്തിൽ കോടതി പറഞ്ഞത് ശശിധരനാണ് ഇതിന്റെ അന്വേഷണത്തിന്റെ മേൽനോട്ടം വഹിക്കുന്നത്. അതിന്റെ പൂർണ്ണമായ മോണിറ്ററിംഗ് നടത്തുന്നത് ADGP H വെങ്കടേഷാണ്. അന്വേഷണ തലവൻ ശശിധരനും അതോടൊപ്പം തന്നെ ADGPക്ക് ഇതിന്റെ സൂപ്പർവിഷനും. ഈ 2 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും, സംസ്ഥാന പോലീസ് മേധാവി അധിക കക്ഷിയായി ചേർത്തിട്ടുണ്ടെങ്കിൽ പോലും കോടതിയിൽ മാത്രം നിങ്ങൾ ആൻസറബിൾ ആണ്, കോടതിക്ക് മാത്രം ഉത്തരം നൽകിയാൽ മതി, വേറെ ഒരാൾക്കും നിങ്ങൾ ഉത്തരം പറയേണ്ടതില്ല, അന്വേഷണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും പുറത്തു പറയേണ്ടതില്ല, ആരോടും ബ്രീഫ് ചെയ്യേണ്ടതില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ. അതിനർത്ഥം കോടതി നേരിട്ടാണ്, ദേവസ്വം ബെഞ്ച് നേരിട്ടാണ് ഈ കേസിന്റെ പൂർണ്ണമായ അന്വേഷണത്തിന്റെ മേൽനോട്ടം വഹിക്കുന്നത്. ഒരു തരി പോലും എവിടെയും അന്വേഷണത്തിൽ ഒരു ലാപ്സ് പോലും ഉണ്ടാകാൻ പാടില്ല എന്ന് കൃത്യമായി തന്നെ നിർദ്ദേശം നൽകുകയാണ് ഹൈക്കോടതി. അതിനർത്ഥം ഇനി 2 ആഴ്ച കൂടി വരുമ്പോൾ ഇതിലെ വളരെ സുപ്രധാനമായ പ്രധാനപ്പെട്ട അന്വേഷണത്തിന്റെ ഒരു ഘട്ടം കഴിയുകയാണ്. 2 ആഴ്ച കൂടി കഴിഞ്ഞാൽ SITയുടെ അന്വേഷണത്തിനുള്ള സമയപരിധി കഴിയുകയാണ്. അതിനുശേഷമായിരിക്കും ഇതിൽ കോടതി ഏത് തരത്തിലാണ്, ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്ത് കേസന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ടെങ്കിലും അന്വേഷണ സംഘത്തിന് ഇതുമായി ബന്ധപ്പെട്ട കൾപ്രിറ്റുകളെ, കുറ്റവാളികളെ
ഏത് നിലയ്ക്ക് കൈകാര്യം ചെയ്യണം, അതിൽ ഏതൊക്കെ തരത്തിലുള്ള വീഴ്ചകളുണ്ട്, അത് എങ്ങനെ അഡ്രസ്സ് ചെയ്യണമെന്നതുൾപ്പെടെയുള്ള നിർണായകമായ നിരീക്ഷണങ്ങളും നിർദ്ദേശങ്ങളും നൽകുക 2 ആഴ്ച കൂടി കഴിഞ്ഞതിന് ശേഷമായിരിക്കും. വേണമെങ്കിൽ SITക്ക് ഒരു പക്ഷേ സമയം അധികം നൽകാനും കോടതി മുതിർന്നേക്കും. നിഷാദ്.